കേന്ദ്ര സർക്കാരിന്റെ ഡീലിമിറ്റേഷൻ നടപടികളെ പരിപൂർണമായി DMK പിന്തുണയ്ക്കുമെന്ന് അറിയിക്കുകയാണ്. തമിഴ്നാട്ടിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യമാണ് DMKയെ ഇങ്ങനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ DMK എടുക്കുന്ന നിലപാടുകളോട് പാർട്ടിക്കകത്തുള്ള അംഗങ്ങൾക്ക് പോലും താൽപ്പര്യം പരിപൂർണമായിട്ടില്ല. മറ്റൊരു ഭാഗത്ത് TDP എന്ന BJPയുടെ സഖ്യകക്ഷിക്ക് അതിൽ എതിർപ്പുണ്ട്. അവർ കൃത്യമായി പറയുന്നു, തങ്ങളുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറച്ചാൽ തങ്ങൾ വെറുതെ ഇരിക്കില്ല. ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നാലോ ജനസംഖ്യാനുപാതത്തിൽ എന്ന പേരിൽ പ്രാതിനിധ്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ തങ്ങൾ പ്രശ്നമുണ്ടാക്കുമെന്ന് ചന്ദ്രബാബു നായിഡുവും കൂട്ടരും ഇതിനോടകം തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ DMK പോലൊരു പാർട്ടിക്ക് അതൊന്നും കുഴപ്പമില്ല. കാരണം അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്ന DMKയ്ക്ക് ഇനി തിരിച്ചുവരാൻ എന്തൊക്കെയുണ്ട് സാധ്യത എന്നാണ് ആലോചിക്കുന്നത്. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഇനി തമിഴ് മക്കൾ DMKയെ പിന്താങ്ങില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഉദയനിധി സ്റ്റാലിനെ പോലൊരു വ്യക്തിയുടെ കയ്യിൽ ബാറ്റൺ ഏൽപ്പിച്ച് സ്റ്റാലിൻ പടിയിറങ്ങുമ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം ആ വള്ളം മുങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. കുടുംബാധിപത്യത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ DMKയാണ്. അണ്ണാമല BJPയിലായിരുന്നപ്പോൾ അണ്ണാമല പറഞ്ഞത് DMK എന്ന് പറയുന്നത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടി എന്നാണ്. മോസ്റ്റ് അഗ്ലിയസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. അതിന് കാരണമാകുന്നത് 2G സ്പെക്ട്രം അഴിമതി ഉൾപ്പെടെയുള്ള കഥകൾ തന്നെയാണ്. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വരച്ചത് 2009-14 കാലഘട്ടത്തിലെ 2G സ്പെക്ട്രം അഴിമതി കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അന്ന് കോൺഗ്രസ് സർക്കാരിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് തമിഴ്നാട് മന്ത്രിസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് തമിഴക വെട്രി കഴകത്തിനോടൊപ്പം ഇരിക്കുമ്പോൾ കോൺഗ്രസ് DMKയുടെ ന്യായവാദങ്ങൾക്ക് മറുപടി കൊടുത്തത്. നിങ്ങൾ ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്? മന്ത്രിസ്ഥാനത്തേക്ക് പോലും ഞങ്ങളെ ആരും പരിഗണിച്ചില്ല. ഞങ്ങൾക്ക് MLA-മാരുടെ കുറവുണ്ടായിരുന്നിട്ടല്ല, എന്നാൽ തമിഴക വെട്രിക്കഴകം ഞങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിച്ചു. ഇപ്പോൾ ദ്രാവിഡ മണ്ണിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ DMK ഒഴിച്ച് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി ഡീലിമിറ്റേഷൻ നടപടികളെ പരിപൂർണമായി എതിർക്കുകയാണ്. കേരളത്തിലും കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പിന്നീട് കൃത്യമായി പറയുകയാണെങ്കിൽ ആന്ധ്രയിൽ മാത്രമാണ് അവിടെ തെലുങ്ക് ദേശം പാർട്ടി ഉള്ളത്. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി തലവന്മാരും BJPക്കെതിരായി ഡീലിമിറ്റേഷൻ നടപടി അനുവദനീയമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. ദക്ഷിണേന്ത്യ ഒറ്റക്കെട്ടാണ്. ഭരണത്തിലിരിക്കുന്നവർ ദക്ഷിണേന്ത്യയെ കൈവിടാൻ സമ്മതിക്കില്ല. പ്രാതിനിധ്യം കുറഞ്ഞാൽ തങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടാകില്ല എന്ന് നായിഡുവിന് നന്നായി അറിയാം.